ഹായ് ഫ്രണ്ട്സ്, ന്യൂ യൂട്യൂബേഴ്സിന് അതായത് സ്മോൾ ക്രിയേറ്റേഴ്സിന് ഒരു മോട്ടിവേറ്റ് ആകുന്ന കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് പറയുന്നൊരു കാര്യമാണ്, യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് യാതൊരു ഹെൽപ്പും കിട്ടുന്നില്ല. ഷോർട്സ് വീഡിയോക്ക് കുറച്ച് വ്യൂസ് വരുന്നു എന്നല്ലാതെ ലോങ് വീഡിയോ ചെയ്യുമ്പോഴൊന്നും അവർക്ക് കാര്യമായിട്ട് വ്യൂസ് വരുന്നില്ല എന്നുള്ളത്. ഈ ഒരു പ്രോബ്ലം പലരും പറയുന്നതാണ്. നമ്മളെ ചാനലിൻ്റെ ഒരു കമൻറ്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളും ഈ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാകും. യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഹെൽപ്പും കിട്ടുന്നില്ല. ടോപ്പ് ക്രിയേറ്റേഴ്സിൻ്റെ അപ്പം നമ്മൾ ആ ഒരു യൂട്യൂബിൻ്റെ ഹോം പേജ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് മുഴുവൻ ടോപ്പ് ക്രിയേറ്റേഴ്സിൻ്റെ മാത്രമാണ്. സെർച്ച് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ യൂട്യൂബ് എന്നുള്ളത് എപ്പോഴും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾക്ക് മാത്രമാണ് ബെനിഫിറ്റ്. നമ്മളെപ്പോലെയുള്ളവരൊക്കെ യൂട്യൂബിലോട്ടാണ്ട് യൂട്യൂബ് സ്വീകരിക്കുന്നില്ല, അങ്ങനെ തടഞ്ഞു നിർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിലൊക്കെ പലരും പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ന്യൂ യൂട്യൂബേഴ്സിന്, സ്മോൾ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈയിടെയായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങളിൽ എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മൾ യൂട്യൂബിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് വീഡിയോസ് ആ ഒരു ഹോം ഫീഡിൽ കാണാൻ പറ്റും. ഒരുപാട് വീഡിയോസ് ഇങ്ങനെ റെക്കമെൻഡ് ആയിട്ട് വരുന്നത്, അതൊക്കെ നല്ല ടോപ്പ് ക്രിയേറ്റേഴ്സിൻ്റെതായിരിക്കും സാധാരണ വരാറുള്ളത്. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് ഈ അടുത്ത, അതായത് ഈ ഒരു കഴിഞ്ഞ വർഷം അവസാനത്തോട് കൂടിയിട്ട്, ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞല്ലോ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ കൂടുതലും ന്യൂ ക്രിയേറ്റേഴ്സ്, സ്മോൾ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് ഇങ്ങനെ റെക്കമെൻഡ് ആയിട്ട് വരുന്നുണ്ടാകും. നിങ്ങളതിൻ്റെ വ്യൂസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100, 200 ഇതൊക്കെ ആയിരിക്കും. നിങ്ങളൊന്ന് ഇനി ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് റെക്കമെൻഡ് ആയിട്ട് യൂട്യൂബ് തരുന്നത്. പക്ഷെ അതിൽ തന്നെ ചെറിയ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് റെക്കമെൻഡ് ആയിട്ട് വരുന്നുണ്ടാകും. നിങ്ങളൊന്ന് നിങ്ങളുടെ ഹോം പേജ് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിത് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. യൂട്യൂബ് 2023 ആ ഒരു അവസാനത്തോട് കൂടിയിട്ട് ഇപ്പോൾ അവർ യൂട്യൂബിൽ സ്മോൾ ക്രിയേറ്റേഴ്സിനെ, ബിഗിനേഴ്സിനെ നന്നായിട്ട് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ബാക്കി കാര്യം ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്. ഒരു സീരിയസ് യൂട്യൂബർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ക്രിയേറ്ററുടെ ഒരു ടെൻഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ നിങ്ങൾ 1-2 വീഡിയോ ഇട്ടിട്ട് എൻ്റെ വീഡിയോ റെക്കമെൻഡിൽ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാതികൾക്ക് ഇവിടെ സ്ഥാനമില്ല. യൂട്യൂബ് സീരിയസ് ആയിട്ട് കണ്ട ഒരാളുടെ വീഡിയോ യൂട്യൂബ് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെ ഹോം പേജ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. To make sure that there is a path for new creators to get started. It's a metric we track, how many new creators are succeeding on the platform. We're very focused on that. We care a lot about it because we do believe that there's a lot of opportunity there with new creators coming along with new ideas all the time, and we want to help those creators be successful. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിലെ ഹോം പേജ് എടുത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് മാക്സിമം ബിഗിന്നേഴ്സിനെ, ഈ ചെറിയ യൂട്യൂബേഴ്സിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി. വീഡിയോയിൽ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്കുകൾ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ചാനലിൻ്റെ പൊതുവായിട്ടുള്ള ഒരു തീം, ഈ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡിൽ കൊണ്ടുവരുന്നതാണ്. യൂട്യൂബ് ആ രീതിയിലേക്കാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ക്രിയേറ്റേഴ്സൊക്കെ പരാതി പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അവരുടെ വീഡിയോക്ക് വ്യൂസ് വരുന്നില്ല എന്നുള്ളത്. എന്നാൽ ചെറിയ ക്രിയേറ്റേഴ്സ് ഒരുപാടുണ്ട്, വളരെ വേഗത്തിൽ വലുതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പക്ഷെ വലുതാകുന്നതൊന്നും കാണുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ചുറ്റിലുള്ള കുറച്ച് ക്രിയേറ്റേഴ്സിനെ മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതിനിടയിൽ കൂടി
യൂട്യൂബിൽ നന്നായിട്ട് ഉയർന്നു വരുന്ന ഒരുപാട് സ്മോൾ ക്രിയേറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ അവരെയാണ് ഫോളോ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ക്ലിക്കാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾ പകുതിക്ക് വെച്ച് യൂട്യൂബ് ശരിയല്ല, യൂട്യൂബിൻ്റെ അൽഗോരിതം ശരിയല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നിർത്തി പോകരുത്. മാത്രമല്ല അങ്ങനെ നിർത്തി പോകുന്നവരെ കണ്ടിട്ട് നിങ്ങൾ അവരെ ഒരിക്കലും ഫോളോ ചെയ്യരുത്. യൂട്യൂബ് എന്നുള്ളത് ഒരാളിൽ നിന്നും മറ്റൊരാൾ തികച്ചും വ്യത്യസ്തമാണ്. അവരുടെ അനുഭവങ്ങൾ, അവർ ചെയ്യുന്ന വീഡിയോസ്, അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഇപ്പോൾ ന്യൂ യൂട്യൂബേഴ്സിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ നല്ല രീതിയിൽ യൂട്യൂബിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയരാൻ കഴിയും. അതിനു പറ്റിയ ഏറ്റവും നല്ല സമയമാണ് 2024 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പൊക്കോളൂ. നിങ്ങളുടെ ചാനലും വളരെ വേഗത്തിൽ മോണിറ്റൈസേഷൻ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.